ഹായ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ചിപ്സാണ്. അപ്പോൾ പൊട്ടാറ്റോ ചിപ്സ് വറുത്തതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പൊട്ടാറ്റോ ചിപ്സ് വറുത്ത്, അതായത് അരിഞ്ഞ് വെച്ചത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ്, പൊടിപ്പ് ഒരു 3/4 ടീസ്പൂൺ, പിന്നെ ഗരം മസാല അത് ഒരു ടീസ്പൂൺ. ഓക്കെ, പിന്നെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യാൻ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു 10 മിനിറ്റ് വെക്കണം. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒരു കൂട്ടം ഇടാൻ മറന്ന് മുളക് പൊടി. ഓക്കെ, ഒരു മിനിറ്റ്, അതൊരു ടീസ്പൂൺ. ഓക്കെ, അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, സോറി ഞാൻ തിരക്കിൻ്റെതെല്ലാം മറന്ന്. അങ്ങനെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്യുക. ഓക്കെ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി. ഇത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളകും പൊടി 1 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, പൊടിപ്പ് 1/4 ടീസ്പൂണ്. ഓക്കെ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മൾ എന്താ പറയുക, ഗ്യാസ് അടുപ്പ് ഓണാക്കുക. ഓണാക്കിയിട്ട് പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഒരു 2 ടീസ്പൂൺ അങ്ങനെ ഒഴിക്കുക. പശുവിൻ്റെ നെയ്യാണ് കേട്ടോ, വെളിച്ചെണ്ണയ്ക്ക് പകരം. ഓക്കെ, എന്നിട്ട് വറക്കുക. നല്ല മണം ഇരിക്കുന്നത് നെയ്യിൻ്റെ. ഓക്കെ,
ഒരു 10 മിനിറ്റ് വറക്കാൻ വെക്കേണ്ടി വരും. ഓക്കെ, നെയ്യ് ഒഴിച്ചിട്ട്. എന്നിട്ട് ഇത് മറിച്ചിടുക. ഓക്കെ, ഇത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാം. ഓക്കെ, ടൈം പോകാൻ വേണ്ടിയിട്ടൊക്കെ. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിശക്കില്ല. ഇപ്പോൾ മഴക്കാലമല്ലേ. ഇത് മറിച്ചിടുക. ഛെ,